എൻ്റെ പേര് ഷേർലി, ഇടവക ചാരുമൂട്. എൻ്റെ സാക്ഷ്യം, എനിക്ക് 9 വർഷമായിട്ട് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു. ഒരുപാട് തവണ ഞാനവിടെ കയറി ഇറങ്ങി ചോദിച്ചപ്പോഴെല്ലാം എനിക്ക് വയസ്സ് കഴിഞ്ഞു പോയതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞു. ഞാനിവിടെ വന്ന് 2020 ഫെബ്രുവരി 14 ഉടമ്പടി എടുത്ത് അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഡേറ്റ് വെച്ച് അച്ഛനിവിടെ പറയുന്നത് കേട്ട് ഒക്ടോബർ 26 ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആ നിയോഗം സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് ഒക്ടോബർ 26 തലേ ദിവസം തന്നെ എനിക്കൊരു കോള് വന്ന് എൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, എൻ്റെ പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വന്നു. ഇൻ്റർവ്യൂവിന് 2100 പേരുണ്ടായിരുന്നു. അതിനകത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ലത്തീൻ കത്തോലിക്കർക്ക് കിട്ടുന്ന വേക്കൻസിയിലെ ഒരാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെനിക്കാണ് കിട്ടിയത്. അത് ജൂൺ 3 ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാൻ താമസിച്ചപ്പോൾ ഞാൻ അമ്മയോട് വീണ്ടും ഇവിടെ വന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അമ്മയോട് ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. മെയ് 31 മുന്നേ അമ്മ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടണമെന്ന് ഞാൻ അമ്മയോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഫലമായിട്ട് മെയ് 31 തന്നെ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അമ്മ എന്നെ അനുഗ്രഹിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടിയതൊരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ജോലി കിട്ടിയത്. അവിടെ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന മക്കളുണ്ട്. അവരോടൊപ്പം വചനങ്ങൾ പങ്കുവെക്കുവാനും അവരോടൊക്കെ ആശ്വാസം പകരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം, എൻ്റെ മോൾക്ക് ഒരു വിവാഹം നടക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒന്നുമല്ല, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതും ഒന്നുമല്ലായിരുന്നു. പെട്ടെന്ന് ഒരു വിവാഹം വന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ ആഗ്രഹം എന്താണെങ്കിലും അതുപോലെ നടക്കട്ടെ എന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നടത്തി തന്നു. ഞങ്ങൾ പോയ കാര്യങ്ങൾക്കെല്ലാം ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ച്, ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ട് എൻ്റെ മോളുടെ വിവാഹം നടന്നു. 2021 നവംബർ 5 മോളുടെ വിവാഹം നടന്നു. നല്ലൊരു പയ്യനെയും കിട്ടി. ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ കുറേ കുരുക്കൾ ഇങ്ങനെ വന്ന് കൈ പടർന്ന് 2 കൈ നിറച്ചായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. 1 മാസം പോലും തികച്ച് പ്രാർത്ഥിച്ചില്ല. അതിന് മുൻപ് അതെല്ലാം പൂർണ്ണമായി പാടുപോലും ഇല്ലാത്ത രീതിയിൽ അതെല്ലാം പോയി. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നു. എവിടെ പോയാലും എന്ത് കാര്യത്തിന് പോയാലും എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ബൈബിൾ വായിക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാം സഹായിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ഞങ്ങൾ പോയിട്ടാണെങ്കിൽ 5 പേരെ ഒരുമിച്ച് പോയിട്ട് ആർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ, ഞാൻ അമ്മയോട് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. എല്ലാ കാര്യങ്ങളും അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. അമ്മ ഇനിയും ഞങ്ങൾക്ക് ചൊരിയാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ച് മുന്നോട്ട് പോകാനും ജോലിയിലെല്ലാം നല്ല രീതിയിൽ പോകാനും, എനിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അമ്മ പൂർണ്ണമായി മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തോടെ സാക്ഷ്യം നിർത്തുന്നു.